വല്ലാത്തൊരു യോഗം ഇത്, വാർദ്ധക്യപുരാണം, അതിലെല്ലാം നമ്മൾ. അമ്മ അമ്മ ഇങ്ങോട്ടൊന്നു വന്നേ. പിന്നെ അമ്മയ്ക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്നുണ്ടോ? കിട്ടിക്കൊണ്ടിരുന്നതല്ലേ, ഇപ്പൊ കിട്ടുന്നില്ലയോ? ഇല്ല, അവര് മുടങ്ങി. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ചെറിയ യാത്രയുണ്ട്. എവിടെ? പെൻഷൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് വാർദ്ധക്യത്തിലുള്ള ആൾക്കാരുടെ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ വാതിക്ക് ഒരു ധർണയുണ്ട്. അപ്പൊ അതിന് പോണം, അതിന് പോയാലേ പെൻഷൻ കിട്ടത്തുള്ളൂ. അയ്യോ, ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് തരണേ ഒന്നും നടക്കത്തില്ല. വയസ്സുകാലത്ത് പെൻഷൻ മേടിക്കാൻ പറ്റുമോ? പെൻഷൻ വാങ്ങിക്കും. അവര് മുടക്കിയതാണ്, അവര് തരണം. മുടക്കത് മാറണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി സമരം ചെയ്യണം. അങ്ങനെ ആ സമരത്തിന് ചെല്ലുന്നവരുടെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തവർക്ക് മാത്രമേ പെൻഷൻ കിട്ടത്തുള്ളൂ. ഇത് നല്ല കൂത്ത്. അവര് പെൻഷൻ മുടക്കിയിട്ട് ഞാൻ പോയി ധർണ നടത്തണോ? ഈ അമ്മ മാത്രമല്ല, തിരുവനന്തപുരം ജില്ല ഇതേപോലെ എക്സ്പയർ ആയ കുറെ ടീമുകളുണ്ട്. നിങ്ങൾ എല്ലായിടും നേരം നിന്ന ഒരു ഒറ്റ ജൈവിളി. അത് കേട്ടോട്ട് മന്ത്രി ഇങ്ങോട്ട് വരും, നിങ്ങളുടെ ഫോട്ടോ എടുക്കും, ഒറ്റ ഒപ്പ്, നാളെ പെൻഷൻ വരും. എന്നെ കൊണ്ട് വിളിക്കാനും പോകാനും ഒന്നും നോക്കത്തില്ല. വയസ്സുകാലത്തിന് ഞാൻ അവിടെ ചെല്ലാൻ പോകണം. എനിക്ക് നടക്കുന്ന കാര്യമല്ലടാ. നമുക്ക് സെക്രട്ടേറിയറ്റിൽ ഒന്ന് പോയി പൈസയും കിട്ടും. നമുക്ക് അതുവഴി കറങ്ങി എല്ലായിടും ഒന്ന് കറങ്ങിയിട്ട് ഈ വീട്ടിൽ നിന്ന് അറിയിക്കല്ലേ, ഞാൻ വരാൻ കൂടെ. നിനക്ക് വല്ലതും കിട്ടുമോ? എനിക്കെന്താ കിട്ടാ? നിങ്ങൾക്കല്ലേ പെൻഷൻ കിട്ടൂ. എനിക്ക് പുണ്യം കിട്ടും. അമ്മയ്ക്ക് പൈസ ഒപ്പിച്ചേർത്തില്ലേ? അല്ലടാ, അത് നടക്കുന്ന കാര്യമല്ല. എനിക്ക് വയ്യന്ന്. ഇനി ഇപ്പൊ കനകൻ അറിയണം, ഇവിടെ വന്ന് ഇല്ലാത്ത മുതൊക്കെ ഉണ്ടാക്കി വെക്കണം. എനിക്ക് കനമച്ചൻ പറഞ്ഞാൽ അഭിമാനം കൊള്ളത്തുള്ളൂ. സർക്കാരിന്റെ പൈസക്ക് വേണ്ടിട്ടല്ലേ. ഹെൽമെറ്റ് വെച്ചേക്കുന്നുണ്ട്. മുമ്പ് വന്നിട്ടുണ്ടോ? അമ്മ. അയ്യോ എടാ, നീ കനകന്റെ കൂട്ടുകാരൻ ദിലീപല്ലേ? നീ ഗൾഫിലെങ്ങാണ്ടല്ലായിരുന്ന? ഗൾഫിലായിരുന്നു, കഴിഞ്ഞ ആഴ്ച വന്നമ്മ. കഴിഞ്ഞ ആഴ്ച? വാ, കയറി ഇരിക്ക്, വാ ഇരിക്ക്. അമ്മക്ക് ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? വയസ്സായില്ലേ മക്കളെ, ഇനി വിളിക്കണം, അങ്ങോട്ട് പോണം, ഇതൊക്കെ പറഞ്ഞ കാര്യം. പിന്നെ നീ ഇനിയിപ്പോ എന്ത് പോണ്? അമ്മ ഒരാഴ്ച ഞാൻ വന്നിട്ട്, ഒരു മാസം എനിക്ക് ലീവ് ഉള്ളു. ഇത്രേ ഉള്ളൂ. പിന്നെ മക്കൾ ഇവിടെ പഠിക്കുകയല്ലേ? ഇവിടെ കോളേജില്. ശരിയാ. കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നാലോ നമ്മൾ ആലോചിക്കാണ്. ദുബായിലാണ്. അവിടെ മറ്റൊരു വലിയ ബർഗർ ഖലീഫയുടെ അടുത്താണ്. ബർഗർ ഖലീഫ അല്ല, ബുർജ് ഖലീഫ. അവിടെ ഈ ഒട്ടകത്തിന്റെ പാലൊക്കെ തന്നെ ഇപ്പോഴും ചായക്ക്. പിന്നെ അറബി രാജ്യങ്ങളെല്ലാം ഒട്ടകത്തിന്റെ പാലാണ്. ദിലീപേട്ടൻ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എപ്പോ വന്ന്? ഞാന് വന്നിട്ട് ഒരാഴ്ചയായി. എനിക്ക് ഒരു മാസത്തെ ലീവേ ഉള്ളൂ. തിരിച്ചു പോകണം. നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? വീട്ടിലെല്ലാവരും സുഖമായിരിക്കും. ഏട്ടനെ കേസ് അന്വേഷണത്തിന് എന്തോ ഇതായിട്ടൊക്കെ പോയിരിക്കുക. കനകനൊന്ന് കാണണമായിരുന്നു. അയ്യോ, 2 ദിവസം കഴിയും വരെ. പഴയ പരിപാടിക്ക് തന്നെ രാഷ്ട്രീയമൊക്കെ തന്നെ. രാഷ്ട്രീയം ഇപ്പൊ പാർട്ടിയുടെ വലിയ ആളാ. ഭയങ്കര തിരക്കാ. എന്തായിരുന്നു വെറുതെ? അല്ല, ഞാന് കൊട്ടാരക്കരയിൽ ഇങ്ങോട്ട് താമസം മാറിയാലോ എന്നൊന്ന് ആലോചിക്കുകയാണ്. കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുകയാണ്. പിള്ളേർ ഇവിടെയാണ് പഠിക്കുന്നത്? ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു നമ്മുടെ വിലക്ക് പറ്റുന്നതാണെങ്കിൽ ഒരു വീട് വാങ്ങണം. അപ്പൊ അവിടുത്തെ വീട് മേടിക്കാൻ വേണ്ടിട്ടാണോ? കൊട്ടാരക്കരയിലെ വീട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സൗകര്യമായിട്ട് നമ്മുടെ വിലക്ക് ഒതുങ്ങുകയാണെങ്കിൽ ഒരു വീട് വാങ്ങാം. നന്നായി, പിള്ളേരൊക്കെ ഇവിടെ അല്ലേ പഠിക്കുന്നത്. അതെ അതെ. അപ്പൊ അതൊക്കെ പറയാൻ വേണ്ടിട്ട് അത് കനകനാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ അറിയാമല്ലോ, നമ്മുടെ സ്വന്തം ആളല്ലേ. അപ്പൊ അതിന്റെ രീതിയിലൊക്കെ. അല്ല, കനകനില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലീറ്റോ വൈകുന്നേരം ആകുമ്പോ വരും. ക്ലീറ്റോനോട് പറയാം, ക്ലീറ്റോന് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കനകനായാലും ക്ലീറ്റോ ആയാലും എനിക്കിപ്പോ ഇങ്ങോട്ട് വരണം. നമ്മുടെ വിലക്ക് ഒത്തൊരു വീട് സംഘടിപ്പിച്ചാണെങ്കിൽ വളരെ. അതെ, ക്ലീറ്റ പച്ചപ്പിക്ക് എനിക്കൊക്കെ അറിയാവുന്ന ഒരു വീട് ഇവിടെ കൊടുക്കാറുണ്ട്. എവിടെയാണ് ഇത് എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ജംഗ്ഷൻ എൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതിന്റെ അടുത്തായിട്ടാണ്. പണിയൊക്കെ തീർന്ന വീടാണോ? പണിയെല്ലാം തീർന്ന് പെയിന്റ് ചെയ്തിട്ടേക്കോ. ഞാൻ പറഞ്ഞിട്ടില്ലേ മൂന്തം വക്കീല്? അവർക്ക് അറിയത്തില്ല. വക്കീൽ എപ്പോഴും കട വരുമ്പോൾ പറയും കൊടുക്കാൻ ഇട്ടേക്കോ, ആരെങ്കിലും ഉണ്ടെ പറയണോ. എത്ര സെന്റ് ഉണ്ട്? അത് 5-6 സെന്റിനകത്തേ ഉള്ളൂ. അതിനകത്ത് ഫുള്ള് വീട് വയ്ക്കുക. നമ്മുടെ വിലക്ക് പറ്റിയതാണെങ്കിൽ കുഴപ്പമില്ലാത്ത വീടൊക്കെയാണ് നമുക്ക് നോക്കാം. വീട് കണ്ട ആർക്കാലും ഇഷ്ടപ്പെടും അല്ലേ? വേണം കൈയോടൊന്ന് പോയി കണ്ടാലോ? നമുക്ക് നോക്കാം. അയ്യോ, ഒരു ചായ പോലും കുടിക്കാതെ പോവാണ്. ചായ ഇനി വരുമ്പോ കുടിക്കാം. വരുമ്പോ കുടിക്കാം കേട്ടോ. എന്നാ പിന്നെ എല്ലാരും ആയിട്ട് ഒരു ദിവസം വാ. ശരി എന്നാ.
നീ എന്നിട്ട് ഇങ്ങോട്ട് വരൂലേടാ? ആ ഞാൻ കാണിച്ചിട്ട് വരാം. എത്ര പറഞ്ഞാലും തങ്കം നിനക്ക് മനസ്സിലാവൂല. ഈ വാതില് ചാരി ഇടുമ്പോ അതിന്റെ കൂടെ ഒരു കുറ്റിയും കടം കിട്ടോ? എന്തിപ്പോ എന്തോ ആരെങ്കിലും കയറി വന്നാ അറിയോ? ഇനിയിപ്പോ ആര് കയറി വരാനാ? വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ എടുക്കണ ഇപ്പൊ? വിളിച്ചിട്ടേ ഉള്ളൂ. വേണ്ട കഴിച്ച് 2 തട്ടുദോശ തന്നു. എന്നും ഈ തട്ടുദോശയൊന്നും കഴിക്കല്ലേ, വയറിനൊക്കെ വല്ല അസുഖവും വരും. ഇവിടെ എന്തിനു പിന്നെ ഉണ്ടാക്കി വെക്കണതാ? ചോറ് തിന്നണ്ടെന്ന് വെച്ചിട്ട് 2 ദോശയാകുമ്പോ 2 കഴിക്കും, ഒരു ഓംലെറ്റും. അതാകുമ്പോ അതിലങ്ങ് ഓതും. അയ്യോ, ഇതൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് ദിലീപ് വന്നിട്ടുണ്ടായി. സിനിമ നടന്നു ദിലീപ? ആ അതെ. നിന്റെ സിനിമയിൽ എടുത്താ? ഓ, കാവ്യ മാധവന് പകരം എന്നെ എടുക്കാന്ന് പറഞ്ഞു. ഓ, അത് ഭയങ്കര മണ്ടത്തരമായിപ്പോ പുള്ളി കാണിക്കണം. എന്റെ ക്ലീറ്റോ നമ്മുടെ കൂടെ പഠിച്ചില്ലേ? നമ്മളെ കൂടെ പഠിച്ചു. അതിന് ഞാനും ഒരുമിച്ചല്ലല്ലോ, ഒരു ക്ലാസ്സിലല്ലല്ലോ. നിന്റെ കൂടെ പഠിച്ചതാണോ എന്റെ കൂടെ പഠിച്ചതാണോ? അയ്യോ, നിങ്ങളുടെ കൂടെ പഠിച്ച ദിലീപ്. കൊഴുക്കട്ട ദിലീപ? ആ, പിന്നെ അവരെന്ത് ഇപ്പം മറ്റേ കൊല്ലത്തായിട്ടല്ലേ താമസിക്കുന്നത്, കൊട്ടാരക്കര. അങ്ങനെ പിന്നെ അവരെന്ത് ഇവിടെ വീടൊക്കെ നോക്കണം എന്നൊക്കെ പറയുന്നു. വാടകയ്ക്ക് താമസിക്കാനായിരിക്കും. വാടകയ്ക്കൊന്നുമല്ല, പിന്നെ വിലക്ക് മേടിക്കാൻ. വിലക്ക് വാങ്ങിക്കാൻ? ആ പിന്നെ അത്ര സെറ്റപ്പൊക്കെ ആയോ? സെറ്റപ്പ് അവനെന്ത്, അതിനൊക്കെ പണിയില്ലേ, ജോലിയില്ലേ, മാസം വരുമാനം ഇല്ലേ, പിന്നെ സെറ്റപ്പ് ആവൂലേ. എന്നിട്ട് പിന്നെ റൊണാൾഡ് ആ ചേട്ടൻ്റെ കൂടെ പോയി. ഏതോ ഒരു വക്കീലിന്റെ ഏതോ വീട് കിടപ്പുണ്ടെന്നാ തിരുമലയില്. മൂന്നാം വക്കീലിന്റെ വീടാ? ആ, അത് തന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആര്? റൊണാൾഡ്. അവൻ എന്തിനാണ് അതിന് പോണത്? അവൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോണത്? അവൻ വർഷാപ്പും പണി അതങ്ങ് ചെയ്താ പോരെ? അല്ല, അത് വിൽക്കാനായിട്ട് വീടാ പറഞ്ഞു. അതുകൊണ്ട് ഇവ എന്തിനാണ്? ഈ ദിലീപ് നമ്മുടെ സുഹൃത്തല്ലേ, നമ്മുടെ കൂടെ പഠിച്ച സുഹൃത്ത്. അവനെ ഞാൻ കൊണ്ട് കാണിക്കൂലേ? വല്ല കമ്മീഷൻ കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. അയ്യോ, ദിലീപിന്റെ കമ്മീഷൻ മേടിക്കാൻ ദിലീപൊക്കെ നമ്മളെ കൂടെ ഇനി അത് എന്നിട്ടാണ് നമ്മളെ കൂട്ടുകാരെ മുമ്പിലൊക്കെ പറഞ്ഞ് കമ്മീഷൻ നാണക്കട ഒന്നും വേണ്ട. ഈ റൊണാൾഡോ എന്തിന്? റൊണാൾഡേ കാര്യമുണ്ട്. ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. ചാടി കയറി. അതെ, സത്യത്തിൽ എന്താ നിന്റെ ജോലി? വർക്ക്ഷോപ്പ്. പിന്നെ വേറെ എന്തൊക്കെ അറിയാം? പന്തല് പണി, പെയിന്റിങ് പണി, ഡ്രൈവിങ്, പെയിന്റിങ്, പിന്നെ അത്യാവശ്യം അത് പഴയ തല്ലിപ്പല്ല. അതൊക്കെ നിനക്ക് അറിയാവുന്നുള്ള പണികൾ അല്ലേ? അറിഞ്ഞൂടാത്ത പണി എന്തിനാണ് ചെയ്യണത്? ഞാൻ എന്തോ അറിഞ്ഞൂടാത്ത പണി ഇത്? നീ ദിലീപിനെ കൊണ്ടൊന്ന് വീട് കാണിക്കാം. അയ്യോ, അത് പറയാൻ വിട്ടുപോയി. അത് പറയണ്ട, ഞാൻ അറിഞ്ഞു. തങ്കം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. നമ്മുടെ മൂന്ന വക്കീലില്ലേ, വക്കീലിന്റെ വീട് കൊണ്ട് കാണിച്ച്. നമ്മുടെ മുകുന്ദ വക്കീൽ എന്ന് പറഞ്ഞാൽ ഈ മുകുന്ദ വക്കീൽ ഞാനോടുള്ള ബന്ധം അറിയാമോ? പണ്ടേ അയാൾ പാർട്ടി അനുഭവിയായിരുന്നു. പിന്നെ മക്കളൊക്കെ വഴക്കൂറുണ്ട്, അയാൾ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷെ വീട് കൊടുക്കാണ്ടെന്നാണ് വണ്ടിപ്പണിക്ക് വന്നപ്പോൾ പറഞ്ഞിട്ടല്ലേ മച്ചൻ പറഞ്ഞു. ആയിക്കോട്ടെ, അയാൾ നിന്റെ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയാൻ വന്നപ്പോഴാണ് അയാളുടെ വീട് കൊടുക്കാനുള്ള വിവരം അറിഞ്ഞത്. അത് നീ എന്നോട് പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് പോയി, ഞാൻ നിന്നെ കൊണ്ട് പോയില്ലേ? പോയി നമ്മളത് നോക്കി എല്ലാം സംസാരിച്ച് അതിനെല്ലാം വെച്ചിട്ടുണ്ട്. അല്ലാതെ കച്ചവടമൊന്നും ആവാത്തോണ്ടാണ് പെട്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞപ്പോൾ ഒരു വീട് റോഡ് വാക്കിനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച്. അത് നീ ആദ്യം വണ്ടിപ്പണി കൃത്യമായിട്ട് ചെയ്യും. ഈ കച്ചവടം നിനക്ക് സംസാരിക്കാൻ അറിയാമോ? ഒരു കച്ചവടത്തിന് അത് എങ്ങനെ ആൾക്കാർ രണ്ടുപേരെ ഡീൽ ചെയ്യാൻ നിനക്ക് അറിയാമോ? അച്ചമ്പി കൊടങ്ങാളെ തൊമ്മിച്ചിന്റെ കടമുറി എടുത്തു കൊടുത്ത ഞാൻ കച്ചവടം ചെയ്തില്ലേ? കൊടുങ്ങാവളത്തെ കച്ചവടം അല്ല ഈ പറയണത്. ഇച്ചിരി സമാധാനത്തിൽ പറഞ്ഞാൽ എന്താ? എടാ റൊണാൾഡോ ഇത്രയേ ഉള്ളൂ. ആ ദിലീപ് എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ കൂട്ടുകാരാ. അപ്പൊ അതുകൊണ്ട് അങ്ങോരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കണ്ടെന്നുള്ളതുകൊണ്ടാണ് ക്ലീറ്റോ ഈ പറയുന്നത്. വേണ്ട, ദിലീപേട്ടൻ്റെ വേണ്ട, മൂന്നസാറിന്റെ ഒരു പെർസെന്റേജ് മേടിച്ചൂടെ? അത് ശരിയാ, അങ്ങനെ വിൽക്കുന്ന ആളല്ലേ. അത് കിട്ടുമ്പോൾ മച്ചമ്പി കൂടെ എന്തിനും തരാം. ഞാൻ എന്റെ എനിക്ക് അത് വേണ്ട. ഞാൻ അങ്ങനെ നമ്മളെ സഹപാഠികളെയും സഹപ്രവർത്തകരെയും അവരുടെ നിന്നുള്ള കമ്മീഷൻ മേടിക്കാറില്ല. അങ്ങനെ വാങ്ങിച്ച് നക്കണ ആളല്ല ഞാൻ. അത് നല്ലതല്ല. ബസ് കച്ചവടത്തിനകത്ത് കമ്മീഷൻ അത് പറഞ്ഞു വെച്ചേക്കുന്നത് കേരളത്തിലല്ല, എല്ലായിടത്തും അല്ല. അത് മേടിക്കാതിരിക്കേണ്ട കാര്യം എന്താ? അതെ, ഇനിയിപ്പോൾ നമ്മൾ മുകുന്ദൻ സാർ എന്തെങ്കിലും തന്നാൽ അതും കൂടി വാങ്ങിച്ച് ദിലീപിന് കൊടുക്കണം. അങ്ങനെയാണ്. അത് ചില കച്ചവടം അങ്ങനെ ചെയ്യണം. ലാഭം നോക്കരുത്, ബന്ധങ്ങൾ നോക്കി ചെയ്യണം. ചുമ്മാ കച്ചവടം വല്ല അറിയാമോ? ഞാൻ കൊണ്ട് വീട് കാണിച്ച് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടു, പെണ്ണുപിള്ളെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു കോച്ചമ്പി. ആയിക്കോട്ടെ, ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടല്. തങ്കഞ്ചേട്ടത്തി ഒന്ന് പറ. ഞാൻ വർഷം ചൊറിയും കുത്തിയിരിക്കുന്ന നിങ്ങൾക്കറിയാമല്ലേ. 10 പൈസ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നില്ല. ഒന്ന് പറയണം. എൻ്റെ പൊന്നു റൊണാൾഡേ, വല്ല കാലത്തെയോ അതിൻ്റെ മനസ്സിൽ നല്ല എന്തെങ്കിലും ചിന്ത വരുവുള്ളൂ. അത് നീ ആയിട്ട് നശിപ്പിക്കല്ലേ. ഒരു കച്ചവടമെങ്കിലും നന്നായിട്ട് ചെയ്യട്ടെ. ഇതിനകത്ത് നമുക്ക് കമ്മീഷൻ വേണ്ടടാ. ക്ലീറ്റോ എന്തായാലും പറഞ്ഞതല്ലേ. വേറെ വരും. ഇതെങ്ങോട്ട് നോക്കിയ പോട്ടേന്ന്
നമ്മുടെ ക്ലീറ്റോ ചേട്ടനല്ലേ, സാരമില്ല. എന്നിട്ട് ക്ലീറ്റോ ചേട്ടാ മര്യാദ എന്നോട് കാണിച്ചില്ലല്ലോ. കണ്ടിട്ടില്ലാത്ത ഒരാളോട് ദേഷ്യപ്പെടുന്ന പോലെ തങ്കഞ്ചേട്ടത്തി എടുത്തു എന്നെ എന്തെല്ലാം പറഞ്ഞത്. ഓ പിന്നെ ഈ ദിലീപേട്ടനായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയം, അപ്പൊ അയാളുടെ അടുത്ത് അങ്ങനെ പൈസ വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ലിപ്പെണ്ണേ ദിലീപേട്ടനെ കമ്മീഷൻ വേണ്ട. മുകുന്ദ വക്കീല് കമ്മീഷൻ തരാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വർക്ക്ഷോപ്പിൽ വന്ന് പറഞ്ഞത് വീടും വസ്തു കൊടുക്കട്ടോ, നീ ആരെങ്കിലും ഉണ്ടേ പറ, എന്നിട്ട് എന്തായാലും കിട്ടുമെന്ന് നീ എടുത്തു എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയും കൂടെ ലാഭം ആ ചേട്ടന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതെന്തിനാ നമ്മൾ സ്വയം അളിഞ്ഞ് വേറെ ആളെ നന്നാക്കാൻ നിൽക്കുന്നേ? ഇതില് ക്ലീറ്റോ ചേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്ത് കണ്ടിട്ടുണ്ട്? എന്നാലും ഒരു വരുമാനമില്ല, ഞാൻ അവിടെ കുത്തിരിക്കില്ല. ഈ സമയത്ത് എനിക്ക് ആ പൈസ കിട്ടി എന്തോ ഒരു ഉപകാരം. ഇതില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തേനെ? അതാണോ അതിന്റെ മറുപടി? ആ കാറ്റത്തും പറഞ്ഞുകൊണ്ട് ബാത്റൂം ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അവൾ കിടന്ന് ചീത്തവിളിയോട് ചീത്തവിളിയാണ്. കിട്ടുന്ന മൊത്തം ഞാൻ വിഴുങ്ങത്തില്ലല്ലോ. ക്ലീറ്റമച്ചമ്മയ്ക്ക് കൊടുത്തല്ലോ. ക്ലീറ്റമച്ചമ്മയുടെ ഇതിനകത്ത് ഞാൻ കണക്ട് ചെയ്തേനല്ലോ. അതാ ഞാൻ ചോദിച്ചത്, ഇതില്ലായിരുന്നെങ്കിൽ എങ്ങനെ കാറ്റത്തും പറഞ്ഞുകൊണ്ട് ബാത്റൂം റെഡിയാക്കിയേനെ? ഞാൻ കുറെ സ്വപ്നങ്ങൾ കണ്ടതാണ്. പുള്ളിക്കാരന് ചെന്ന് കണ്ടപ്പോൾ വീട് ഇഷ്ടപ്പെട്ടു, ഫോട്ടോ ഒക്കെ എടുത്തോട്ട് പോയി പെണ്ണും പിള്ളേം കൊണ്ട് പറച്ചില്ലാന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അതങ്ങ് വിധിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടല്ലേ? അച്ചാച്ചൻ അവിടുന്ന് വന്ന് ഇവിടെ വന്ന് കിടന്നിട്ട് ഈ ക്ലീറ്റോച്ചനായിട്ട് വഴക്കിടെന്ന് പറഞ്ഞ് എനിക്കും കൂടെ അല്ലേ എന്റെ നാണക്കേട്. ഞാൻ ഒരു വഴക്കൂട്ടല്ല. തങ്കഞ്ചേട്ടത്തി എടുത്ത് ഒരു കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടിയില്ല. ചേട്ടത്തി പറഞ്ഞ അവനെ അവിടെ കൂട്ടാ. അപ്പോൾ പറഞ്ഞ് പറ്റത്തില്ല, അവനെ വർക്ക്ഷോപ്പിലെ പണി ചെയ്താൽ മതി. ആ വർക്ക്ഷോപ്പിലെ പണി ചെയ്തോളാം. കനാമച്ചമ്പി ആയിരുന്നെങ്കിൽ എന്നെ കൂടെ കൂട്ടി എനിക്ക് എന്തെങ്കിലും തന്നേനെ. എന്താ ഉള്ളതും കൂടെ പോയേനെ. ഒരു ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ, ഇങ്ങോട്ട് നോക്ക്. ചായ എടുക്കട്ടെ? എടുക്കാം. പാൽ ചായ. അമ്മയ്ക്ക് ചായ വേണോ? എടുക്ക്. എന്താടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന മോങ്ങിക്കൊണ്ട്? നമ്മളെ ആർക്കും കൂടെ ഇഷ്ടമൊന്നുമല്ല. നമ്മൾ നന്നാവനും ആരും സമ്മതിക്കത്തില്ല. ആര് പറഞ്ഞു നിന്നെ ആർക്കും ഇഷ്ടമല്ലെന്ന്? എന്താടാ നിനക്ക്? വേറെ ആരുമില്ല, എന്റെ ചേട്ടമ്മച്ചമ്പി തന്നെ. ആര്? അമ്മ ഇന്നലെ കണ്ടോണ്ടിരുന്നില്ലേ കനാമച്ചമ്മയുടെ കൂട്ടുകാരൻ മറ്റേ ദിലീപ് എന്ന് പറഞ്ഞ ഗൾഫുകാരൻ. വന്നപ്പോ ഞാൻ മൂന്ന പക്കല്ല വീട് കാണിക്കാനായിട്ട് കൊണ്ടുപോയി. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഞാനിവിടെ പറഞ്ഞു വിട്ടത്. ഞാൻ ചെന്ന് വീട് കാണിച്ചു. പുള്ളിക്കാരന് വീടൊക്കെ ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു പെണ്ണും പിള്ളയുടെ കൊന്നുകൊണ്ട് കാണിച്ചിട്ട് നമുക്ക് അങ്ങനെ ഉണ്ട് എത്രയും പെട്ടെന്ന് നോക്കാനും പറഞ്ഞു. അതിന് രാത്രി ക്ലീറ്റമച്ചമ്പോ തന്നെ കുറേ വഴക്ക് പറഞ്ഞു. നിന്നെ? അതെന്തിന്? അത് അവരുടെ സുഹൃത്തല്ലായിരുന്നു. ഞാൻ എന്തിനാ ചാടിക്കേറി അതിനകത്ത് കൈ കൊടുത്തത്, പിന്നെ അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു വായി വരുന്നതെല്ലാം. എടാ അതിപ്പോ നീയും അവനും അല്ലെങ്കിൽ വേറെ എത്ര ബ്രോക്കർമാരുണ്ട്, അവര് എല്ലാവരും വഴക്ക് കുറേ നടക്കുന്നുണ്ട്. ദിലീപേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കമ്മീഷൻ വേണ്ടാന്ന് വെക്കാം. ആ വക്കീൽ എനിക്ക് മാന്യമായിട്ടൊരു കമ്മീഷൻ തന്നേനെ. ഞാൻ അതുകൊണ്ട് വർക്ക്ഷോപ്പ് കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കി. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കത്തില്ലായിരുന്നു. പോട്ടടാ, നീ ആ ദിലീപിനെ വിളിച്ചും കൊണ്ട് വേറെ എത്രയോ നല്ല വീട് കിടക്കുന്നു, നിനക്ക് പോയി കണ്ട് വിളിച്ചൂടെ? വിളിച്ചു കൊടുക്കടാ, നീ കമ്മീഷൻ വാങ്ങിക്കണം. ഒരു വിഷമം ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ വേണ്ടുന്നത്. തൻ്റെ ഇടത്തോടെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ നോക്കണം. വിളിച്ചോടെ പോടാ. ഇവിടുത്തെ ആളിനെ കണ്ടുപിടിക്കണം. നീ ഇത്ര പ്രശ്നങ്ങൾ നേരിട്ടതാണെന്ന് അറിയാമോ? ഇന്ന് എവിടം വരെ എത്തിയായിരുന്നെന്ന് അറിയാമോ? വിഷമം എടാ, ഞാൻ പറഞ്ഞെന്ന് പറയരുതേടാ. രണ്ടും കൂടെ എൻ്റെ മോളിൽ കുതിര കയറാൻ വരും. ഇപ്പോ എനിക്ക് കമ്മീഷൻ കിട്ടുന്ന ഒരു പട്ടുസാരി ഞാൻ മേടിച്ചു തരും. പട്ടുസാരി. എനിക്ക് പട്ടുസാരി ഇല്ലെങ്കിൽ സാരമില്ല. ഞാനൊന്നും ഇവിടെ കിടന്ന് പുറത്തോട്ടെ. അത് ഞാനേറ്റ്. ശരി ചില്ലിപ്പെണ്ണ ചായ. ശരിയല്ലേ. ഇവിടോട്ട് നിർത്തിക്കാണ്. നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ട കാര്യമുണ്ട്. ഈ വീട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി പറഞ്ഞാട്ടെ. ഇപ്പൊ ആളില്ല. തോമസ് സാറിന്റെ മോള് ബാംഗ്ലൂരിൽ MBBS പഠിക്കുക, അവിടെ പോയേക്കുക. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഞാൻ കയറി താക്കോൽ മേടിച്ച് തുറന്നൊക്കെ കാണും. നമ്മൾ അന്ന് കണ്ട വീടില്ലേ, അതിന്റെ അത്ര അങ്ങ് ഒരു സുഖമില്ല. അന്ന് കണ്ട വീടെന്ന് പറയുമ്പോഴത്തേന് അത് പുതിയ വീടാണല്ലോ, കളറൊക്കെ ചെയ്ത് തരുന്നത്. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിങ് ചെയ്ത് ഫർണിഷ് ചെയ്തെടുത്തോണ്ടല്ലോ, കലക്കനാണ്. അത്യാവശ്യം വൃക്ഷങ്ങളൊക്കെ കൊണ്ടുവന്നാലും റോഡ് സൈഡ്, സ്റ്റേഡിയം, സ്കൂള്, ഹോസ്പിറ്റൽ എല്ലാം അടുത്തടുത്താണ്. ആളുണ്ടായിരുന്നേ തുറന്ന് കാണിക്കായിരുന്നു. ഞാനേ ഫോട്ടോ കാണിച്ചപ്പോഴേ ഭാര്യയ്ക്ക് മറ്റേ വീട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ആര് കണ്ടാലും ദിലീപേട്ട ആ വീട് കണ്ടാൽ ഇഷ്ടപ്പെടും. ഞാൻ നിങ്ങൾ പോയതിന് ശേഷം നമ്മുടെ ടീമുകളായിട്ടൊക്കെ വിളിച്ചപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. എന്താണ്? ആ വസ്തു വീട് ഇരിക്കുന്ന വസ്തുവേ ചതുപ്പാണ്, വെള്ളക്കെട്ട. അവരെ കുറച്ച് മണ്ണടിച്ചിട്ട് അതിനകത്ത് വീട് വെച്ചത്. മഴ പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഈർപ്പം ഇങ്ങനെ നിൽക്കുക. ഞാൻ ഒരു കാര്യം പറയാം, പക്ഷെ പെണ്ണുങ്ങളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ മറ്റേതിനേക്കാളും വിലക്കുറവാ. സിറ്റിയിൽ ഈ വിലയ്ക്ക് ഒരു വീട് കിട്ടണമെന്ന് ദിലീപണ്ണങ്ങളെ കൊണ്ട് നടക്കത്തില്ല. ആളുടെ എല്ലാം ശരിയാണ്, പക്ഷെ ഞാൻ മറ്റുള്ള കാണിച്ചു അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് കൊണ്ടുവന്ന് കാണിച്ചോ, സെറ്റ് ചെയ്യും. ഫർണിഷിംഗ് ചെയ്ത് പെയിന്റ് നമ്മുടെ ടീമുണ്ട്. നിങ്ങൾ ഞാനായിട്ട് വാങ്ങിച്ചു തരണം. അത് പറയാനുണ്ടോ, നമ്മുടെ ഏർപ്പാട്. ശരി ശരി, എന്തായാലും ന്യായമായിട്ട് വാങ്ങിക്കണം. ഇത് ഞാൻ റെഡിയാക്കാം. ഓക്കെ, എന്നെ അങ്ങോട്ട് പറയേ. എന്താടാ നിന്റെ ഉദ്ദേശം? നീ എന്നെ നശിപ്പിച്ചിട്ട് നീ അടങ്ങുള്ളൂ അല്ലേ? നിന്റെ അടുത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞാടാ, ഒരു കാര്യം പറഞ്ഞേ, അപ്പൊ നീ അതിനപ്പുറം ചെയ്യുള്ളൂ അല്ലേ? എന്താ പൊട്ടം കളിക്കണേ? നീ ഇത് ദിലീപിനെ കൊണ്ട് വീട് കാണിക്കാൻ പോയ? നിന്റെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത പരിപാടി ആയിരുന്നു, വർക്ക്ഷോപ്പിലെ കാര്യം നോക്കി നിൽക്കണമെന്ന്. പിന്നെ നീ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് വീട് കാണിക്കാൻ പോയത്? എന്നിട്ട് നീ കാണിച്ചത് പോട്ട് ആ മുകുന്ദ വക്കീലിന്റെ വീടിന് എന്താണ് കുഴപ്പം? താമസിക്കാൻ കൊള്ളൂലേ? അവിടെ വെള്ളം കെട്ടുമോ? ഇന്റർലോക്കൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടോടാ? കെട്ടോടാ തന്നെ. നീ എന്താ പോയി എന്നെ നശിപ്പിക്കാനായിട്ടാണോ നീ? നിനക്കെന്ത് ഈ കച്ചവടത്തിൽ നിന്ന് നിനക്ക് കമ്മീഷൻ കിട്ടി അടങ്ങുള്ളൂ തന്നെ? അന്തസ്സായിട്ട് വർഷാപ്പിൽ പണി കേടാ നീ. എന്തോരം ആൾക്കാർ പരാതി പറയുന്നുണ്ട്, കൊടുത്ത വണ്ടി ഇതുവരെ പണിഞ്ഞു കൊടുത്തില്ലെന്ന്. അവൻ വീട് കച്ചവടം ചെയ്യാൻ നടക്കണം. അത് എനിക്കറിയാം ചെയ്യാൻ, കേട്ടാ. അതിൽ നിന്ന് നീ കമ്മീഷൻ വാങ്ങാന്നും വിചാരിക്കണ്ട. എന്റെ ഉപ്പും ചോറും നിന്നിട്ട് എനിക്ക് ടാണി അടിക്കാണ്. മതി, നീ നിന്റെ ഇവിടുത്തെ താമസമല്ല മതി. നീ ഇനി കച്ചവടം ചെയ്യണം, നീ കൊടുങ്ങാവളെ പോയിരുന്നില്ല, അവിടെ പോയി നിന്നിട്ട് നീ വീട് വിൽക്കേ പിന്നെ വസ്തു വിൽക്കുക എന്താണോ ചെയ്തോ, കേട്ടാ. കളിച്ചളിച്ചും എടാ തിങ്ങളെ ചോറിനോട് നന്ദി കാണിക്കണ, കൂറ് കാണിക്കണ. പിന്നെ നീ വിചാരിക്കണ്ട ദിലീപിന് നീ വീട് വാങ്ങിച്ചു കൊടുക്കുമെന്ന്. എനിക്കറിയാം അത് ചെയ്യാം, കേട്ടാ. ഈ കച്ചവടം ചെയ്തൊക്കെ മതി, ഇവിടുത്തെ വാസവും മതി. നേരം വെളുക്കണതിന് മുമ്പ് ഇവിടുന്ന് വിട്ടോളണം, മതി. അനിയനാണെന്ന് ഒരുപാട് നിന്നെ ഞാൻ തലയെ വെച്ച്. ഇനി വേണ്ട കേട്ടാ, എനിക്ക് ടാണി അടിക്കുന്നവൻ. ക്ലീറ്റോ, ക്ലീറ്റോ, എന്തോ? ക്ലീറ്റോ അവിടെ. ആ ദിലീപേട്ടാ, ക്ലീറ്റോ, ക്ലീറ്റോ വിളി. ദേ ദിലീപേട്ടൻ. എന്താ പിന്നെ? ക്ലീറ്റോ കൊണ്ട് ഞാൻ പറയാം. അയ്യാ നല്ല പുള്ളിയാണ്. നീ പെണ്ണുമ്പിള്ളയെ കൊണ്ട് വീട് കാണാൻ വരാന്ന് പറഞ്ഞിട്ട് എന്തായി? എടാ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്റെ കൂട്ടുകാരനാണ്, നമ്മൾ ഒരുമിച്ച് പഠിച്ചവരാണ്. നിനക്ക് അല്പമെങ്കിലും സ്നേഹം എന്റെ അടുത്ത് എന്റെ കുടുംബത്തിരുന്നുണ്ടെങ്കിൽ നീ ചതി കാണിക്കോ? എന്താ എന്താ നീ ആ മുകുന്ദ വക്കീലിന്റെ വീട് എത്താൻ രൂപ എന്ന് പറഞ്ഞ? സത്യമായിട്ട് നിങ്ങൾ ചതിച്ചിരിക്കുകയാണ്, അറിയാമോ? എന്താ എങ്ങനെ ചതിച്ചെന്ന്? മുകുന്ദ വക്കീലിന്റെ വീട് എത്താൻ രൂപ നീ പറഞ്ഞത്? ഞാനല്ലല്ലോ, മുകുന്ദ വക്കീൽ 45 രൂപ വേണമെന്ന് പറഞ്ഞു. നമ്മൾ 45 രൂപയ്ക്ക് 45 രൂപ അല്ലേ? 45. നിനക്ക് പൈസ വേണം, ഞാൻ തരും, മനസ്സിലായല്ലേ? നീ കമ്മീഷൻ അടിക്കാൻ എന്റെ അടുത്ത് നോക്കരുത്. നമ്മളൊരു കുടുംബക്കാരെ പോലെ കഴിച്ചിട്ട് കമ്മീഷൻ അടിക്കാൻ എന്റെ അടുത്ത് നോക്കരുത്. കമ്മീഷൻ വേണ്ടെന്നാ ക്ലീറ്റോ പറഞ്ഞത്. കമ്മീഷനല്ലേ ഇവനെ പറ്റിക്കരുതെന്ന്. 45 രൂപ എത്ര രൂപ പൈസ വേണമെങ്കിൽ നീ അക്കൗണ്ടിൽ ഞാൻ എടുത്തു തരും, മനസ്സിലായോ? 45 രൂപയാളിയാ മുകുന്ദ വക്കീൽ പറഞ്ഞത്. എന്റെ ഒരു സഹോദരനെ പോലെയാണ് നിന്നെയും കനകനെയും ഞാൻ കരുതിയത്. പക്ഷെ അതല്ല, കനകൻ പോട്ടെ, പക്ഷെ നീ ചെയ്തത് എനിക്ക് ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ ഉണ്ടായെന്ന് പറ. മുകുന്ദ വക്കീലിന്റെ വീട് 45 ലക്ഷം രൂപ ഇവൻ പറഞ്ഞു. ഇന്ന് രാവിലെ നിങ്ങൾ അനിയ റൊണാൾഡ് വിളിച്ചിരുന്നത് ഈ വീടിന്റെ വില 45 ലക്ഷം രൂപയല്ല 42 ലക്ഷം രൂപയാണെന്ന്. ഞാനിത് കേട്ട് മുകുന്ദ വക്കീൽ വിളിച്ച മുകുന്ദ വക്കീൽ പറയാണ് ക്ലീറ്റോ ഈ പൈസ കയറ്റി വെച്ചു, 3 ലക്ഷം രൂപ ക്ലീറ്റോ കയറ്റി വെച്ചു. ഇത് എന്നോട് ചതി ചെയ്യാൻ പറഞ്ഞാണ്. ഞാൻ വിചാരിച്ചു എന്റെ കൂട്ടുകാരന്മാരൊക്കെ അല്ലേ തിരുവനന്തപുരത്ത് നിന്ന് താമസിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ ഇനി നിങ്ങളുടെ ഇടയിലുള്ള ഒരു ബന്ധം വേണ്ട. ഇനി ക്ലീറ്റോ നീ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഇവിടെ തീരണം, നോക്കിക്കോ.
ഇവിടെ നോക്കിയേ, നാണം ഇല്ലല്ല. ഇത്ര നാളും പല വൃത്തികേടുകളും കാണിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ പപ്പനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ സത്യമായിട്ട് എന്റെ കർത്താവിനാണ് ഇത്, ഞാൻ പപ്പനെ വിളിച്ച് പറയും. കുറ്റപ്പെടുത്തിക്കോ, എല്ലാരും കൂടെ ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തിക്കോ. ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആരെങ്കിലും അന്വേഷിച്ചാൽ അതെന്തിനാണെന്ന്? 3 ലക്ഷം രൂപ കയറ്റി വെച്ചത് എനിക്കൊറ്റയ്ക്ക് വിഴുങ്ങാനല്ല. അതിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ റൊണാൾഡിന് കൊടുത്തിട്ട് 1 ലക്ഷം രൂപ എനിക്ക് എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാനത് ചെയ്തത്. പൊന്നെ 5 ലക്ഷം രൂപ Aliens.